സന്തോഷത്തോടു കൂടി സഹിക്കാനാണ് വിസ്ഡം നമ്മളെ സഹായിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാകും. ഈ സൃഷ്ടി നാടകശാലയിൽ ഓരോ ആത്മാവും അവരവരുടെ പാർട്ട് അഭിനയിക്കുക. ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും സഹിക്കുകയല്ല. ഒരാൾ മോശമായിട്ട് പെരുമാറിയർത്തത് അവരുടെ പാർട്ടാണ്, അവരുടെ വാക്കുകളാണ്, അത് അവരുടെ പെരുമാറ്റമാണ്. ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് നമ്മൾ ആ മരത്തെ നോക്കുമ്പോൾ അതിൽ വെറൈറ്റി ഇലകൾ, ചില്ലകൾ, ശാഖകൾ, തളിരിലകൾ, പൂവ്, കായ്, ആ വൃക്ഷത്തിൽ വെറൈറ്റി, ആ വൈവിധ്യത്തെ നമുക്ക് ഇരുന്ന് സാക്ഷിയായിട്ട് കാണുമ്പോഴാണ് നമുക്ക് അത് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. നമ്മൾ സഹിക്കുകയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ എന്താ നടക്കണേ? ഈ നാടകശാലയിലെ വൈവിധ്യങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അതിനെ ഉൾക്കൊണ്ടു നമ്മൾ. അതുകൊണ്ട് നമ്മളതിനെ സഹിക്കുക എന്ന് പറയുന്നത് അതൊരു വിഷമോ വേദനയൊന്നുമല്ല. കാരണം ഈ നാടകത്തിൽ ഓരോരുത്തരും അവരവരുടെ പാർട്ട് അഭിനയിക്കുകയാണെന്നുള്ള വിസ്ഡമാണ് നമ്മളെ സന്തോഷത്തോടു കൂടി ഓരോരുത്തരുടെ പാർട്ടിനെയും ഉൾക്കൊള്ളാനും, ആ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് സഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതൊരു ഭാരമായിട്ട് തോന്നാത്തത്. ഒരമ്മ ഒരു കുഞ്ഞിൻ്റെ എന്തെല്ലാം ഉപദ്രവങ്ങളാണ് സഹിക്കണേ അല്ലേ? പക്ഷെ അമ്മ കരഞ്ഞുകൊണ്ടല്ലല്ലോ അതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കണം. ആ കുട്ടി പോയി നുള്ളിയാലും പെറ്റിയാലും ചവിട്ടിയാലും മുടിയെ പിടിച്ച് വലിച്ചാലും അമ്മയ്ക്ക് സന്തോഷമാണ്. കാരണം അമ്മയ്ക്ക് അറിയാം ഇത് കുട്ടിയല്ലേ.